A world of small creatures. ചെറു ജീവികളുടെ ലോകം. How many of the small creatures are familiar to you? നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതെല്ലാം ചെറുജീവികളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? Write the names of the creatures given in the picture in your science diary. എന്താണ് താഴെ കൊടുത്ത ചിത്രത്തിലെ ജീവികളുടെ പേരുകൾ എന്തൊക്കെയാന്ന് നോക്കുക. എന്തൊക്കെയാണിത്? ആൻസ്, സ്കോർപിയോൺ, പിന്നെന്താണ് ബീ, പിന്നെ കോക്രോച്ച്, പിന്നെന്തൊക്കെയാണ് വരുന്നത്? ഇതെന്താണ്? വെസ്പ ട്രോപ്പിക്ക കേട്ടോ. ഇതെന്താണ്? വെസ്പ ട്രോപ്പിക്ക. ഇത് ഡ്രാഗൺ ഫ്ലൈ. ഓക്കെ, എന്താണ്? ഡ്രാഗൺ ഫ്ലൈ ആണ്. തുമ്പി എന്ന് പറയില്ലേ, ഡ്രാഗൺ ഫ്ലൈ. ഇത് സ്കോർപിയോൺ, SCORPION, സ്കോർപിയോൺ കേട്ടോ. ഇത് സ്കോർപിയോൺ. ഇതെന്താണ്? പെഡിക്കുലസ് ഹ്യൂമാനസ്, PEDICULUS, പെഡിക്കുലസ് ഹ്യൂമാനസ്, HUMANUS. ഓക്കെ, ഹ്യൂമാനസ്. ഇതെന്താണ്? സ്കോളോപെൻഡ്ര, SCOLOPENDRA, സ്കോളോപെൻഡ്ര കേട്ടോ. ഇത് അറിയാമല്ലോ, സ്പൈഡർ. ഓക്കെ, ദെൻ ants are small creatures mostly found everywhere in our surroundings. ആൻസ്, ഉറുമ്പ് അല്ലെ. ഉറുമ്പ് എന്താണ്? ചെറിയ ക്രീച്ചർ ആണ് അല്ലേ. അതെന്താണ്? നമ്മളെ ചുറ്റുവട്ടത്തിൽ മൊത്തം ഒരുവിധം എല്ലായിടത്തും കാണുന്ന സംഭവമാണ് എന്ത്? ഉറുമ്പ് അല്ലെ. ആർ ഓൾ ആൻസ് ഓഫ് ദി സെയിം കൈൻഡ്? എല്ലാ ഉറുമ്പുകളും ഒരുപോലെയാണോ? ഹൗ മെനി ടൈപ്സ് ഓഫ് ആൻസ് ഡു യു നോ? എത്ര ടൈപ്സ് ഉറുമ്പിനെ നിങ്ങൾക്കറിയാം? റൈറ്റ് ഡൗൺ ദെയർ നെയിംസ്. യെല്ലോ ക്രേസി ആൻഡ് അല്ലെ, ചോണൻ ഉറുമ്പ്, അതറിയാം. പിന്നെ എന്താണ്? ബ്ലാക്ക് ആൻഡ്. പിന്നെന്താണ്? യെല്ലോ. എന്താണ്? പിന്നെ ഏതൊക്കെ ആൻസിന് അറിയാം നമുക്ക്? സോ മെനി ടൈപ്സ് ഓഫ് ആൻസ് ആർ ഹിയർ അല്ലേ. എന്തൊക്കെയാ വരുന്നുണ്ട്? കാർപ്പൻറ്റർ ആൻസ് വരുന്നുണ്ട്, ഫയർ ആൻസ്, ടെപ്പിനോമ സിസൈൽ, ഫറോ ആൻഡ്, അർജന്റീന ആൻഡ്, യെല്ലോ ക്രേസി ആൻഡ്, അതിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, യെല്ലോ ക്രേസി ആൻഡ്, ചോണൻ ഉറുമ്പ് അല്ലേ. ദെൻ എന്താണ്? ലിറ്റിൽ ബ്ലാക്ക് ആൻഡ്, പിന്നെ ട്രെട്രാമോറിയം ഇമിഗ്രാൻസ്, പിന്നെ ക്ലോപ്പോഡ, ചിലോപ്പോഡ, പിന്നെ ടെപ്പിനോമ മെലൻസിലോഫാലം, റെഡ് ഹാർവെസ്റ്റർ ആൻഡ്, ലീഫ് കട്ടർ ആൻഡ്, റെഡ് ഇമ്പോർട്ടഡ് ഫയർ ആൻഡ്, സൊളോനോപ്സിസ് മൊളോസ്റ്റ, അക്രോബാറ്റ് ആൻസ് അല്ലേ. ഇങ്ങനെ ഒരുപാട് ആൻസുകൾ നമ്മളെ ചുറ്റുവട്ടത്തുണ്ട് അല്ലേ. അതായത് നിങ്ങൾക്കറിയുന്നത് എഴുതുക. ഓക്കെ, ഡിവിഷൻ ഓഫ് ലേബർ. ഇനി എന്താണ്? ഈ ലേബർ ഡിവിഷൻ ഓഫ് ലേബർ ആണ്. പല ധർമ്മങ്ങളാണ് അല്ലേ. ആൻസ് ആർ സ്മോൾ ക്രീച്ചേഴ്സ് ലിവിങ് ആസ് എ കമ്മ്യൂണിറ്റി. എന്താ? കമ്മ്യൂണിറ്റി ആയി കഴിയുന്ന, സമൂഹമായി കഴിയുന്ന ജീവികളാണ് എന്ത്? ഈ ആൻസ്. ANTS, ആൻസ്, ഉറുമ്പുകൾ അല്ലേ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൻസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ എ കോളനി ഓഫ് ആൻസ്. എന്താണ്? പെർഫോമിംഗ് ദ ടാസ്ക് ഓഫ് ലേയിങ് എഗ്സ്, കളക്ടിങ് ഫുഡ് ആൻഡ് പ്രൊട്ടക്ടിങ് ഫ്രം ആനിമൽസ്. ഇവിടെ പറയുന്നത് എന്താണ്? ഈ കമ്മ്യൂണിറ്റി ആയി കഴിയുന്ന ജീവികളാണിത് ആൻസുകൾ. മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കുക, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നീ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത വിഭാഗം ഉറുമ്പുകൾ എന്താണ്? ഒരു കൂട്ടത്ത് കാണാം. ഒരു കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും ഈ മുട്ടയിടുന്ന ഉറുമ്പുകൾ ഉണ്ടാവും, അതുപോലെ ഭക്ഷണം ശേഖരിക്കാനായിട്ടുള്ള ഉറുമ്പുകൾ ഉണ്ടാവും, പിന്നെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകാനുള്ള ജോലിയുള്ള ഉറുമ്പുകൾ ഉണ്ടാവും അല്ലെ. അങ്ങനത്തെ ഉറുമ്പുകളൊക്കെ എന്താണ്? ഒരു കമ്മ്യൂണിറ്റി തന്നെ കാണാൻ കഴിയും. ഇനി വിങ്ഡ് ആൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ചിറകുള്ള ഉറുമ്പുകൾ. അത് എപ്പോഴും കാണുന്ന എപ്പോഴൊക്കെയാണ്? ഈ മഴ പെയ്ത ടൈമിലൊക്കെ കാണാൻ പറ്റും അല്ലെ, ചിറകുള്ള ഉറുമ്പുകൾ. നോക്കാം. നൗ വി ക്യാൻ ഓൾസോ ഫ്ലൈ. ഇപ്പൊ ഞങ്ങൾക്ക് എന്താ? പറക്കാൻ കഴിയില്ല. ഇനി ഞങ്ങൾക്ക് പറക്കാം എന്നാണ് അല്ലേ. ഹാവ് യു സീൻ വിങ്ഡ് ആൻസ്? വെൻ ഡു ദ വിങ്സ് ഗ്രോ? അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ചിറകുള്ള ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടോ? എപ്പോഴാണ് ഉറുമ്പുകൾക്ക് ചിറക് മുളയ്ക്കുന്നത്? മെയിൽ ആൻഡ് ഫീമെയിൽ ആൻസ് ദാറ്റ് പെർഫോം ദ റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ് കം ഔട്ട് ഓഫ് ദെയർ colonies with wings. They mate with male and female ants from another colony and form new colonies. എന്താണ് ഇവിടെ പറയുന്നത്? ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ആൻസ് ദാറ്റ് പെർഫോം റിപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ് കം ഔട്ട് ഓഫ് ദെയർ കോളനീസ് വിത്ത് വിങ്സ്. ഈ റിപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ് നിർവഹിക്കുന്ന മെയിലും ഫീമെയിൽ ഉറുമ്പുകൾ കൂട്ടിൽ നിന്നും ചിറക് മുളച്ച് പുറത്തു വരുന്നു. ഇവ മറ്റൊരു കൂട്ടിലെ മെയിൽ ഫീമെയിൽ ഉറുമ്പുകളുമായി ഇണചേരുകയും പുതിയ കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്താണ് അവിടെ പറയുന്നത്? റിപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ് നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് ചിറക് മുളച്ച് പുറത്തു വരുന്നു. ഇവ മറ്റൊരു കൂട്ടിലെ ആൺ പെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും എന്നിട്ട് പുതിയ കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഓക്കെ, ലെറ്റ്സ് ഒബ്സർവ് ദ ആൻസ്. നമുക്ക് നോക്കാം, നമുക്ക് ഉറുമ്പിനെ നമുക്ക് നിരീക്ഷിച്ച് നോക്കാം അല്ലെ. ഷാൾ വി ഒബ്സർവ് ആൻസ് ഇൻ അവർ സറൗണ്ടിങ്സ്? വാട്ട് ക്യാൻ ബി ഒബ്സർവ്ഡ്? നമുക്ക് ചുറ്റുപാടുമുള്ള ഉറുമ്പുകളെ നിരീക്ഷിച്ചാലോ? എന്തെല്ലാം നിരീക്ഷിക്കാൻ പറ്റും? കളർ, സൈസ് അല്ലെ, നിറം, വലുപ്പം, ഹാബിറ്റാറ്റ് എന്താണ്? വാസസ്ഥലം, ഫുഡ് ആഹാരം, വേ ഓഫ് കളക്ടിങ് ഫുഡ് എന്താണ്? ആഹാര സമ്പാദന രീതി, മൂവ്മെന്റ് എന്താണ്? സഞ്ചാരം അല്ലെ, ഇതൊക്കെയാണ് അല്ലെ.
ഫുഡുകൾ എന്താണ് ഉറുമ്പുകളെ എന്താണ് നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിപ്പയർ എ ബുക്ക്ലെറ്റ് വിത്ത് യുവർ ഫൈൻഡിങ്സ്. നിങ്ങൾ എന്താക്കുക, നിരീക്ഷിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തിയൊരു ബുക്ക്ലെറ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മെനി അതർ സ്മോൾ ക്രീച്ചേഴ്സ് ഡു യു നോ ദാറ്റ് ലീവ്സ് ആസ് എ കമ്മ്യൂണിറ്റി? അങ്ങനെയാണെങ്കിൽ സമൂഹമായി ജീവിക്കുന്ന മറ്റേതെല്ലാം ചെറുജീവികളെ നിങ്ങൾക്കറിയാം? യെസ്, ടെർമൈറ്റ്സ് ഒന്നുണ്ട് അല്ലേ, ചിതൽ അല്ലേ. പിന്നെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്നത് എഴുതുക. ദ ബോഡി ഓഫ് ഇൻസെക്ട്സ്. ഇനി നോക്കൂ, പ്രാണികളുടെ ശരീരം അല്ലെ. ഒബ്സർവ് ദ ബോഡി പാർട്സ് സച്ച് ആസ് ആന്റിന, ലഗ്സ്, വിങ്സ് ആൻഡ് ഐസ് ഓഫ് ദ ഇൻസെക്ട്. ഈ പ്രാണിയുടെ ശരീരഭാഗങ്ങളായ എന്താണ് ഈ സ്പർശിനികൾ, കാലുകൾ, ചിറകുകൾ, കണ്ണുകൾ എന്നിവ നിരീക്ഷിക്കൂ. എന്തെല്ലാം സവിശേഷതയാണ് ഈ ശരീരഭാഗങ്ങൾക്കുള്ളത്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ബോഡി പാർട്സ്? ഈ ബോഡി പാർട്സിന് മറ്റു പ്രാണികൾക്കും എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്? ഡു അതർ ഇൻസെക്ട് ഓൾസോ ഹാവ് ദീസ് ക്യാരക്ടറിസ്റ്റിക്സ്? ഈ മറ്റു പ്രാണികൾക്കും ഈ സവിശേഷത ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസന്റ് യുവർ ഫൈൻഡിങ്സ് ആസ് എ സെമിനാർ. സെമിനാറിൽ അവതരിപ്പിക്കാനാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഫിഷസ് ആണ് കേട്ടോ. അത് എന്താണ്? ഫിഷ്, മീനുകൾ അല്ലേ. യു ഹാവ് ലേൺ ദ അഡാപ്റ്റേഷൻ ഓഫ് ഫിഷ് ഫോർ അക്വാട്ടിക് ലൈഫ്, ഹാവൻറ്റ് യു? വാട്ട് ആർ ദേ? ജലജീവിതത്തിനായി മത്സ്യങ്ങൾക്കുള്ള അനുകൂലനങ്ങൾ നിങ്ങൾ പഠിച്ചതാണല്ലോ അല്ലെ. ജലജീവിതത്തിനായി മത്സ്യങ്ങൾക്കുള്ള ആ അഡാപ്റ്റേഷൻസ്, അനുകൂലനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തെല്ലാമാണ്? ഓഫ്സ്പ്രിങ്സ് ഓഫ് ഫിഷ് ആർ ഹാച്ച്ഡ് ഫ്രം എഗ്സ്. മുട്ട വിരിഞ്ഞാണിത് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. ഇൻ വിച്ച് മന്ത് ഡു ഫിഷ് ലേ എഗ്സ് ഇൻ അവർ ഏരിയ? നമ്മുടെ നാട്ടിൽ മത്സ്യങ്ങൾ മുട്ടയിടുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ്? വൈ ഈസ് ദർ എ ബാൻ ഓൺ ട്രോളിംഗ് ഓൺ ദ കേരളം കോസ്റ്റ് ഇൻ ജൂൺ ആൻഡ് ജൂലൈ? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പ്രസന്റ് ദ കൺക്ലൂഷൻസ് ഇൻ ദ ക്ലാസ്. അപ്പൊ എന്താണ്? ജൂൺ ജൂലൈ അല്ലേ. എന്തുകൊണ്ടാണ് ജൂൺ ജൂലൈയിൽ കേരളത്തിൽ ട്രോളിങ് പറഞ്ഞാൽ മത്സ്യബന്ധനം പാടില്ല അല്ലെ, മീൻ പിടിക്കാൻ പാടില്ല എന്നുള്ള നിരോധനം ഏർപ്പെടുത്തുന്നത് എന്തിനാണ്? മീൻ പിടിക്കാൻ പാടില്ല എന്നുള്ളത് ഏർപ്പെടുത്തുന്നത് എന്തിനാണ്? കൂട്ടുകാരെ ചർച്ച ചെയ്യുക. ആ ടൈമിലാണ് എന്ത്? മീനുകളൊക്കെ മുട്ടയിടുന്ന ടൈം അല്ലേ. ഫ്ലഡ് പ്ലെയിൻ ബ്രീഡിംഗ് റൺ. ഓക്കെ, എന്താണ് പറയുന്നത്? ഊത്തക്കയറ്റം. The migration of the fishes in large numbers to water bodies such as streams, fields, small lakes and backwaters for breeding during the monsoon in the month of June is known as the floodplain breeding run. Catching fish during this period will reduce the stock of fishes. Fishing during this period is illegal. എന്താണ് പറയുന്നത്? ഊത്തക്കയറ്റം എന്ന് പറയും അല്ലേ. നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ ഊത്തക്കയറ്റം എന്നുള്ള സംഭവം? ഫ്ലഡ് പ്ലെയിൻ ബ്രീഡിംഗ് റൺ ആണ് അല്ലേ. എന്താണ്? ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ ഈ മത്സ്യങ്ങൾ എന്തായി? ഈ കൂട്ടമായിട്ട് എന്താക്കും? വാട്ടർ ബോഡീസ് എന്താണ്? സ്ട്രീം, ഫീൽഡ്, സ്മോൾ ലേക്സ് ആൻഡ് ബ്ലാക്ക് വാട്ടേഴ്സ് അവിടെ നിന്നൊക്കെ എന്താണ്? ബ്രീഡിങ്ങിനായിട്ട് എന്താണ്? മൈഗ്രേഷൻ നടത്തും അല്ലേ, ഡ്യൂറിങ് ദ മൺസൂൺ ഇൻ ദ മന്ത് ഓഫ് ജൂൺ. അതിനെയാണ് എന്ത്? ഫ്ലഡ് പ്ലെയിൻ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ജൂൺ മാസത്തിൽ എന്താണ്? കാലവർഷം എത്തുന്നതോടെ ഈ ബ്രീഡിങ് നടത്തുന്നതിനായി മത്സ്യങ്ങൾ എന്താണ്? കൂട്ടമായി ഈ കൈത്തോടുകൾ, വയലുകൾ, ചെറു തടാകങ്ങൾ, കാരുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണിത് ഈ ഊത്തക്കയറ്റം എന്നറിയപ്പെടുന്നത്. എന്താണ്? ഈ മൈഗ്രേഷൻ ഓഫ് ഫിഷസ് in large numbers to water bodies such as streams, fields, small lakes and backwaters for breeding during the monsoon in the month of June is known as floodplain breeding run. ഒന്നുകൂടി പറഞ്ഞുതരാം. ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ ഈ ബ്രീഡിംഗ് നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായിട്ട് എന്താണ്? സ്ട്രീംസ്, ഫീൽഡ്, സ്മോൾ ലേക്സ്, ബാക്ക് വാട്ടേഴ്സിലേക്കൊക്കെ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണെന്ത്? ഈ ഫ്ലഡ് പ്ലെയിൻ ബ്രീഡിംഗ് റൺ, ഊത്തക്കയറ്റം എന്ന് പറയുന്നത്. മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാൻ ഇടയാക്കും. ഈ സമയത്തെ മീൻപിടുത്തം എന്താണ്? ഇല്ലീഗലാണ് അല്ലെ, നിയമവിരുദ്ധമാണ്. ആ സമയത്ത് മീൻ പിടിക്കാൻ പാടില്ല അല്ലെ. മീനിന് കുറയും, സ്റ്റോക്ക് ഓഫ് ഫിഷസ് എന്താകും? കുറയും. സം ഫിഷസ് ഹാച്ച് ദെയർ എഗ്സ് ഇൻസൈഡ് ദെയർ ബോഡി. എന്താണ്? ചില മീനുകൾ എന്താണ്? ചില മീനുകൾ അവയുടെ ശരീരത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെ എന്താണ്? മുട്ടയിടുന്നുണ്ട്. ശരീരത്തിന്റെ ഉള്ളിൽ തന്നെയാണ് മുട്ടയിടുന്നത് അല്ലെ. ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് എക്സാമ്പിൾസ് ഫോർ സച്ച് ഫിഷസ്. എന്താണ്? ഇത്തരം മത്സ്യങ്ങൾക്ക് ഉദാഹരണമായി കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചില മത്സ്യങ്ങൾ എന്താണ്? അവയുടെ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ മുട്ട വിരിയിക്കുക ചെയ്യുന്നത് അല്ലെ, അതിൻ്റെ ഉള്ളിൽ തന്നെ. അതിന്റെ എക്സാമ്പിൾ ഏതാ? ഷാർക്ക് അല്ലെ. പിന്നെ ഏതാണ്? നമ്മൾ ഗപ്പികളിലെ ഗപ്പിയൊക്കെ എന്താണ്? ആ ശരീരത്തിനുള്ളിൽ തന്നെ വെച്ച് വിരിയിക്കുക ചെയ്യുന്നത് അല്ലെ. പിന്നെ ഏതാ നിങ്ങൾക്ക് അറിയുന്നു എഴുതുക. ദ ഫിഷസ് ഇൻ ദ ഗപ്പീനെ അറിയില്ല, സാധാരണ നമ്മളൊക്കെ വീട്ടിലൊക്കെ വളർത്തുന്ന ഗപ്പി അല്ലേ, അതൊക്കെ എന്താണ്? ശരീരത്തിനുള്ളിൽ നിന്ന് വിരിയിക്കുക ചെയ്യുന്നത് കേട്ടോ. ദ ഫിഷസ് ഇൻ ദ പിക്ചർ ആർ ഫെമിലിയർ ടു യു, ആർ ഇൻ ദ കമ്പയർ ദെയർ ഹാബിറ്റാറ്റ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്.
എന്താണ് ഈ ചിത്രത്തിലെ മത്സ്യങ്ങൾക്ക് നിങ്ങൾക്ക് പരിചിതമാണല്ലോ. ഇവയുടെ ഹാബിറ്റാറ്റ്സ് ആവാസം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ് മുഷി അല്ലേ, ഇത് എന്താണ് സാർഡൈൻ, എന്താണ് മത്തി അല്ലേ. ഇനി ആംഫീബിയൻ എന്താ നോക്കാം. എന്താണ് ആംഫീബിയൻ? ലുക്ക് ദർ ആർ മെനി ഫിഷ് ഇൻ അവർ വാട്ടർ ലില്ലി പോണ്ട്. അപ്പോൾ എന്താണ് നോക്ക്, നമ്മളെ വാട്ടർ ലില്ലി പോണ്ടിൽ എന്താണ് ഒരുപാട് ഫിഷസ് ഉണ്ട് എന്ന് പറയുകയാണ് അല്ലേ. അമ്പലക്കുളത്തിൽ ഇതാ നിറയെ മീൻ അല്ലേ. അപ്പോൾ എന്താണ് ദേ ആർ നോട്ട് ഫിഷ്, ദേ ആർ ടാഡ്പോൾസ്. ഫിഷ് അല്ല, അതെന്താണ് ടാഡ്പോൾസ് ആന്ന് പറയാ അല്ലെ. എന്താണ് വാൽവാക്രികളാന്നാ പറയുന്നത് അല്ലേ. ഒബ്സർവ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ ഫ്രോഗ്. ഇനി നോക്കൂ, ഈ ലൈഫ് സൈക്കിൾ ഓഫ് എ ഫ്രോഗിന്റെ നോക്കിയേ. ആദ്യം എന്താണ് മുട്ട വിരിഞ്ഞിട്ട് എന്താണ് വാൽമാക്രി ആവുന്നുണ്ട്, ടാഡ്പോൾ ആവുന്നുണ്ട് അല്ലേ. പിന്നെ എന്താണ് വേറെ ഷേപ്പൊക്കെ ആയിട്ട് ആണ് ലാസ്റ്റ് എന്താവുന്നത് ഫ്രോഗ് ആയി മാറുന്നത് അല്ലേ. യു ക്യാൻ സീ മെനി ചേഞ്ച് ദാറ്റ് ദ ടാഡ്പോൾ അണ്ടർഗോസ് ടു അറ്റൈൻ ഫുൾ ഗ്രോത്ത് ആൻഡ് ബിക്കം എ ഫ്രോഗ്. എന്തെല്ലാം മാറ്റങ്ങൾ വന്നാലാണ് വാൽമാക്രി ഈ ടാഡ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ ഫ്രോഗായി മാറുന്നത് കണ്ടല്ലോ. വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ദാറ്റ് ദ ടാഡ്പോൾസ് ഹാവ് ഫോർ ലിവിങ് ഇൻ വാട്ടർ. അപ്പോൾ ജലത്തിൽ ജീവിക്കുന്നതിന് എന്തെല്ലാം അഡാപ്റ്റേഷൻസ് ആണ് ഈ ടാഡ്പോൾസിനുള്ളത്. ഹൗ ഡു ദേ ബ്രീത്ത്, ഇവ ശ്വസിക്കുന്നത് എങ്ങനെയാണ്. ഡിസ്കസ് ആൻഡ് റെക്കോർഡ് യുവർ ഫൈൻഡിങ്സ് ഇൻ സയൻസ് ദ ലിസൺ ടു വാട്ട് ദ ഫ്രോഗ് സേസ്. നീ തവള പറയുന്നത് ശ്രദ്ധിക്കാം. എന്താണ് തവള പറയുന്നത്? ദ ഫസ്റ്റ് ഫേസ് ഓഫ് അവർ ലൈഫ് സൈക്കിൾ ഈസ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ. ജീവിതചക്രത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണമായി എന്താണ് വാട്ടറിലാണ് അല്ലേ. വെൻ വി ആർ ഫുള്ളി ഗ്രോൺ വി ലീവ് ഇൻ ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. പിന്നെന്താണ് എനിക്ക് പൂർണ്ണ വളർച്ച എത്തിയാൽ എന്താണ് ഞങ്ങൾ വെള്ളത്തിലും ലാൻഡിലും ജീവിക്കുന്നു. വി ഹാവ് സ്പൈൻസ്, ഞങ്ങൾ എന്താണ് നട്ടലുണ്ട് അല്ലെ, സ്പൈനുകൾ ഉണ്ട് അല്ലെ. വി ആർ കോൾഡ് ആംഫീബിയൻ, ഞങ്ങൾ എന്താണ് ആംഫീബിയൻ എന്നാണ് വിളിക്കുന്നത്. അറ്റംപ്റ്റ് ടു ഡിഫൈൻ ആംഫീബിയൻ. അപ്പം ഇതിനുള്ള ഒരു നിർവചനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, എഴുതിക്കൂടെ. ദെൻ ഇനി എന്താണ് ഇവിടെ പറയുന്നത് നോക്കൂ. സിസിലിയനുകൾ അല്ലെ. എന്താ സിസിലിയൻസ്? സിസിലിയൻസ് ആർ അനദർ ടൈപ്പ് ഓഫ് ആംഫീബിയൻസ് ഫൗണ്ട് ഇൻ കേരള. കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ആംഫീബിയൻ ആണ് ഇത് സിസിലിയനുകൾ. ദേ ആർ ഓൾസോ നോൺ ആസ് ബ്ലൈൻഡ് സ്നേക്ക്, കുരുടി. ഇതിനെ എന്താണ് ഇവ പ്രാദേശികമായി ഇവ എന്താ വിളിക്കുന്നത്? ബ്ലൈൻഡ് സ്നേക്ക് എന്നും കുരുടി എന്നൊക്കെ വിളിക്കും അല്ലെ. ദെയർ ഐസ് ആർ കവേർഡ് വിത്ത് ട്രാൻസ്പാരന്റ് സ്കിൻ. ദേ ആർ ഓഫൺ മിസ്റ്റേക്കൺ ഫോർ സ്നേക്സ്. എന്താണ് കണ്ണുകൾ എന്താണ് ഇവ കുരുടികൾ എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലെ. കണ്ണുകൾ എന്താണ് അതിന്റെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള സ്കിന്ന് കൊണ്ട് മൂടിയിരിക്കും. പലപ്പോഴും ഇവയെ എന്താണ് സ്നേക്ക് ആയിട്ട് പാമ്പുകളായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇനി റെപ്റ്റൈൽസ്. എന്താണ് റെപ്റ്റൈൽസ് അല്ലെ. ഇഴയുന്ന ജീവികള് റെപ്റ്റൈൽസ് എന്താ നോക്കാം അല്ലെ. ഊരകങ്ങൾ എന്ന് പറയും. നോക്കാം. വി ഓൾ ലേ എഗ്സ് ആൻഡ് ഹാച്ച് അവർ ഓഫ് സ്പ്രിങ്. എന്താണ് ഞങ്ങളെല്ലാം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നവരാണ് അല്ലെ. ആണല്ലോ, ഇതൊക്കെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് അല്ലെ. Look the picture of some of the creatures found in our area. Try to identify them. എന്താണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ചില ജീവികളുടെ ചിത്രങ്ങൾ നോക്കൂ. അവ ഏതെല്ലാമാണെന്ന് എഴുതുക. വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദീസ് ക്രീച്ചേഴ്സ്. ഈ ജീവികളുടെ പൊതു സവിശേഷതകൾ എന്തെല്ലാമാണ്? പ്രൊഡ്യൂസ് ഓഫ് സ്ട്രിങ് ഫ്രം എഗ്സ്. മുട്ടയിട്ട് എന്താണ് അത് മുട്ടയിട്ട് സന്തോൽപാദനം നടത്തുന്നുണ്ട് അല്ലെ. മുട്ടയിട്ട് സന്തോലോൽപാദനം നടത്തുന്നുണ്ട്. ഇനി സ്നേക്സ് നോക്കൂ. ഹോ നോ ഡോണ്ട് ഹേർട്ട് us. ഇനി പാമ്പ് അല്ലെ. അയ്യോ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്ന് പറയാണ് അല്ലെ. പാമ്പിനെ കണ്ടാൽ എന്താണ് എല്ലാവരും പേടിയാണ് അല്ലെ. അപ്പോൾ പാമ്പിനെ അടിച്ചു കൊല്ലൂ അല്ലെ. അപ്പോൾ എന്താ പാമ്പ് പറയുന്നത്? നോ ഹേർട്ട് ചെയ്യല്ലേ എന്ന് പറയാണ് അല്ലെ. സ്നേക്സ് ബിലോങ്സ് ടു റെപ്റ്റൈൽ ഫാമിലി. ഈ റെപ്റ്റൈൽസ് വർഗത്തിൽപ്പെട്ട ജീവികളാണ് ഇത് പാമ്പ് അല്ലെ. ഡു യു നോ ദ നെയിംസ് ഓഫ് സ്നേക്സ് ഫൗണ്ട് ഇൻ യുവർ ഏരിയ. നമ്മുടെ നാട്ടിൽ കാണുന്ന ഏതെല്ലാം പാമ്പുകളുടെ പേരുകൾ നിങ്ങൾക്കറിയാം. അതിന്റെ പേര് ഇതാ. ഒന്ന് വൈപ്പർ, അണലി അല്ലെ. ഒന്നെന്താണ് സർപ്പം അല്ലെ. സർപ്പത്തിന് എന്താ പറയാ? കോബ്ര അല്ലെ. നോക്കൂ എന്തൊക്കെയാ സ്നേക്സ് ഉണ്ട് കേരളത്തിൽ. ഇന്ത്യൻ കോബ്ര, പിന്നെന്താ സ്കെയിൽഡ് വൈപ്പർ, ഹം നോസ്ഡ് പിറ്റ് വൈപ്പർ, ഓർണേറ്റ് ഫ്ലൈയിങ് സ്നേക്ക്, കോമൺ ക്രേറ്റ്, കിങ് കോബ്ര, പിന്നെ ഹോഴ്സസ് ഷൂ പിറ്റ് വൈപ്പർ, ഡോഗ് ഫേസ്ഡ് വാട്ടർ സ്നേക്ക്, റൂസൽസ് വൈപ്പർ, മലബാർ പിറ്റ് വൈപ്പർ, പിന്നെന്താ ബിബ്രോൺസ് കോറൽ സ്നേക്ക്, ചെക്കേഡ് കീൽബാക്ക്, ഗിരീസ് ബ്രോൺസ് ബാക്ക്, ഓറിയന്റൽ റാറ്റ് സ്നേക്ക്, സൗത്തേൺ ബാൻഡഡ് കുക്കറി, ഇന്ത്യൻ വോഫ് സ്നേക്ക്, സൗത്ത് ഏഷ്യൻ ബെക്കാഡാം, പിന്നെ ആനമലൈ വുഡ് സ്നേക്ക്, പിന്നെന്താണ് ബുഫ് സ്ട്രൈഫ്ഡ് കീൽബാക്ക്, റെഡ് സാൻഡ് ബോ, ബ്രാഹ്മിനി ബ്ലൈൻഡ് സ്നേക്ക്, കോമൺ ബ്രോൺസ് ബാക്ക് ട്രീ സ്നേക്ക്, കോമൺ ട്രിങ്കറ്റ് സ്നേക്ക്. ഇതൊക്കെ നമ്മളെ ഏരിയയിൽ കാണുന്നതാണ് അല്ലേ.
ആർ ഓൾ ദ സ്നേക്സ് വെനമസ്? അപ്പൊ എല്ലാ പാമ്പുകൾക്കും വിഷമുണ്ടോ? വിച്ച് ആർ ദ നോൺ വെനമസ് വൺസ്? അപ്പൊ വിഷമില്ലാത്ത പാമ്പുകൾ ഏതെല്ലാമാണ്? റാറ്റ്, സ്നേക്ക്, ചേര അല്ലെ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എന്താണ് നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന എന്താണ്, വിഷം ഉള്ളതും ഇത് വെനീമസ് അല്ലെ. ഈ തന്നിരിക്കുന്ന ഈ ചിത്രത്തിലുള്ളതൊക്കെ എന്താണ് വെനീമസും, ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നതൊക്കെ എന്താണ് നോൺ വെനീമസും, വിഷമില്ലാത്തതാണ് ഇതൊക്കെ അല്ലെ. അതിൽ പെട്ടതാണ് എന്ത് നമുക്ക് ഈ എന്താ പറഞ്ഞിരിക്കുന്നത് റാറ്റ്, സ്നേക്ക്. ഓക്കെ ഓക്കെ. ഇനി വെനീമസ് സ്നേക്ക് എന്താന്ന് നോക്കാം അല്ലെ, വിഷപ്പാമ്പുകൾ ഏതാന്ന് നോക്കാം. ചെക്ക് ഔട്ട് ദി ഇൻഡിക്കേറ്റേഴ്സ് ടു ഐഡന്റിഫൈ കോമൺ വെനീമസ് സ്നേക്ക് ഫൗണ്ട് ഇൻ കേരളം. കേരളത്തിൽ സാധാരണയായി കാണുന്ന വിഷപ്പാമ്പുകളെ തിരിച്ചറിയാനുള്ള സൂചനകൾ നോക്കിയേ എന്തൊക്കെയാണ്? കോബ്ര അല്ലെ. കോബ്ര എന്താണ്? മൂർഖൻ. എന്താണ്? കോബ്ര മൂർഖനാണ് അല്ലെ. എക്സ്പാൻഡബിൾ ഹുഡ്. എന്താണ്? വികസിക്കുന്ന പത്തിയും. പിന്നെ 2 ഇന്റർ കണക്റ്റഡ് റിങ്സ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ഹുഡ്. അതിന്റെ പിൻഭാഗത്ത് എന്താണ്? പരസ്പര ബന്ധിതമായ 2 വളയങ്ങളുണ്ട് അല്ലെ. അത് കണ്ടില്ല, 2 വളയങ്ങൾ. പിന്നെന്താണ്? 2 വൈഡ് ബാൻഡ്സ് ക്രോസ് ആൻഡ് ബിലോ ദ നെക്ക്. പിന്നെ കഴുത്തിന് താഴെ കുറുകയായിട്ട് എന്താ വീതിയുള്ള 2 വളയങ്ങളും ഉണ്ട്. ഓക്കെ, അതൊക്കെയാണ് എന്ത് കോബ്രയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അല്ലെ. ഇനി നോക്കിയേ, കിങ് കോബ്ര എന്താണ്? രാജവെമ്പാല എന്ന് പറയും അല്ലെ. മാർക്ക് വിസിബിൾ ഓൺ ദ ഹുഡ്. എന്താണ്? പറ്റിയിൽ തെളിഞ്ഞ് കാണുന്ന ഈ ഷേപ്പ് അല്ലെ. ഇതാ ഈ ഷേപ്പ് കാണുന്നത് അല്ലെ, കണ്ടില്ലേ? അതിനെന്താണ്? വിഷമുള്ളതാണ് അല്ലെ. ലെങ്ത് അപ് ടു 5 മീറ്റർ. പിന്നെന്താണ്? 5 മീറ്റർ വരെ നീളം. ബ്രാൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബോഡി. ശരീരത്തിന് മുൻഭാഗത്ത് വളയങ്ങളുണ്ട്. ഡാർക്ക് ബ്ലാക്ക് കളർ ഓഫ് ദ ടെയിൽ. പിന്നെന്താണ്? വാലിന് നല്ല കറുപ്പാണ് അല്ലെ. ദെൻ നെക്സ്റ്റ് നോക്കൂ, കോമൺ ക്രേറ്റ് ആണ് കേട്ടോ. ശംഖു വരയൻ, വെള്ളിക്കട്ടൻ എന്നൊക്കെ പറയും. അപ്പോൾ വിസിബിൾ വൈറ്റ് ബാൻഡ്സ് അക്രോസ് ദ ബോഡി, ഡീപ്പ് ബ്ലാക്ക് കളർ. ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ള വരകളാണ്, കറുത്തിരുണ്ട നിറമാണിത് ഇതിന് അല്ലേ. പിന്നെ റുസൽസ് വൈപ്പർ എന്താണ്? റുസൽസ് വൈപ്പറിന് ആണലി, ചേനത്തണ്ട എന്നൊക്കെ പറയും അല്ലേ. ലാർജ് ട്രയാങ്കിൾ ഷേപ്ഡ് ഹെഡ് ആണ് അതിന്. ചെയിൻ ലൈക്ക് ഓവൽസ് ഓൺ ദ ബോഡി. പിന്നെന്താ? ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള വലിയ തല ഉണ്ട് അതിന്. പിന്നെ ശരീരത്തിൽ ചങ്ങല പോലെയുള്ള പുള്ളികളുമാണ് ഇതിന് റൗണ്ട്. അതാണ് എൻ്റെ റസൽസ് വൈപ്പറിലെ അണലി എന്ന് പറയുന്ന, ചേരത്തണ്ടെന്നൊക്കെ പറയില്ലേ. ഇനി ബീക്ക്ഡ് സീ സ്നേക്ക് എന്താണ്? ബീക്ക്ഡ് സ്നേക്ക് പറഞ്ഞാൽ കടൽ പാമ്പ് അല്ലെ, വലകടി എന്നൊക്കെ പറയും. ദ ടെയിൽ ഈസ് ബ്രോൺഡ് ആൻഡ് ഷേപ്ഡ് ലൈക്ക് ആൻ ഓർ. എന്താണ്? വാൽ പരന്നതും തുഴയുടെ ആകൃതിയുള്ളതുമാണ് ഇതിന്റെ വാല്, കണ്ടോ. പിന്നെന്താണ്? ഡാർക്ക് റിങ്സ് ഓൺ ദ ബോഡി. അതിന്റെ ബോഡിയിൽ എന്താണ്? പുറത്ത് ഡായി റിങ്ങുകൾ പോലെ അല്ലെ, വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങളുണ്ട് അല്ലെ. ഓക്കെ. മോസ്റ്റ് ഓഫ് ദ സ്നേക്സ് ആർ നോൺ വെനമസ്. എന്താണ്? അധിക സ്നേക്കുകൾ എന്താണ്? കൂടുതൽ പാമ്പുകൾ എന്താണ്? വിഷമില്ലാത്തതാണ് കേട്ടോ, വെനമസ് അല്ലാത്തതാണ്. ഓൺലി 5 സ്പീഷീസ് ഓഫ് സ്നേക്സ് ഫൗണ്ട് ഇൻ കേരളം ആർ വെനമസ്. എന്താണ്? കേരളത്തിൽ കാണുന്നവയിൽ ആകെ 5 ഇനം പാമ്പുകൾക്കേ എന്താ ഉള്ളൂ? വിഷമുള്ളൂ. ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ്. ഇനി നോക്കൂ, ഇനി സ്നേക്ക് കടിച്ചാൽ, വിഷമുള്ള പാമ്പ് കടിച്ചാൽ എന്താണ്? വേഗം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം അല്ലേ, അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കും. നോക്കാം. ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടിയേറ്റാൽ ഡു നോട്ട് ഇൻജർ ദ ബൈറ്റ് സൈറ്റ് ഓർ ട്രൈ ടു സക്ക് ഔട്ട് ഓഫ് ദ വെനം. കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. ഡോണ്ട് പാനിക് ദ ബിറ്റൻ പേഴ്സൺ, കൺസോൾ ആൻഡ് ഹെൽപ്പ് ദം സ്റ്റേ കാം. എന്താണ്? കടിയേറ്റയാളെ പരിഭ്രമിക്കരുത്, സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കുക. ദ ബിറ്റൻ പേഴ്സൺ ഷുഡ് ബി ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി. ഈ കടിയേറ്റ ആളെ എന്താണ്? പേടിപ്പിക്കരുത്, സമാധാനിപ്പിച്ചിട്ട് എന്താ? ശാന്തത പാലിക്കുക, സഹായിക്കുക, ഉടനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുക. ഡിസ്കസ് ദ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്നേക്സ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. പാമ്പുകളുടെ പരിസ്ഥിതി പ്രാധാന്യം എന്തെല്ലാം എന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇനി നോക്കൂ, ഫെതേർഡ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഇനി അടുത്ത് ഫെതേർഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൂവൽ കുപ്പായക്കാരൻ, പക്ഷികളാണ് അല്ലേ. ഹാവൻ യു ലേൺഡ് അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബേർഡ്സ്. അപ്പൊ പക്ഷികളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ് പക്ഷികളുടെ സവിശേഷതകൾ എന്നുള്ളത് അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഹൗ മെനി ബേർഡ്സ് ക്യാൻ യു ഐഡന്റിഫൈ? നിങ്ങൾക്ക് എന്തെല്ലാം പക്ഷികളെ തിരിച്ചറിയാനാവും? ട്രൈ ടു ലിസ്റ്റ് ദം. അതിന്റെ പേര് എന്താണ്? ലിസ്റ്റ് ചെയ്യുക. ഓക്കെ. ഒബ്സർവ് ഇനി 5 ബേർഡ്സ് ഇൻ യുവർ നൈബർഹുഡ് ആൻഡ് റൈറ്റ് അബൌട്ട് ദം ഇൻ യുവർ സയൻസ് ഡയറി. വാട്ട് ആർ ദ തിങ്സ് ടു ഒബ്സർവ്? നിങ്ങളുടെ പരിസരത്തുള്ള ഏതെങ്കിലും 5 പക്ഷികളെ നിരീക്ഷിച്ച് അവയെക്കുറിച്ച് എന്താണ് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ. ദെൻ വാട്ട് ആർ ദ തിങ്സ് ടു ഒബ്സർവ്? എന്തെല്ലാം കാര്യങ്ങൾ നിരീക്ഷിക്കണം എന്നാണ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫെദേഴ്സ് നോക്കൂ. തൂവലുകളുടെ പ്രത്യേകത ഉണ്ടാവും. നെസ്റ്റ്, കൂട് അല്ലേ. എല്ലാത്തിനും ഒരേ കൂടാണോ? അല്ല. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫാറ്റ്.
എന്താണ് കാലിൻ്റെ പ്രത്യേകത, കളർ ഓഫ് ദ ബേർഡിൻ്റെ കളർ അല്ലെ, പക്ഷിൻ്റെ കളർ, സൈസ്, വലുപ്പം, പിന്നെന്താണ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബീക്ക്, അതിൻ്റെ കൊക്കിൻ്റെ പ്രത്യേകത, ഫുഡ്, ആഹാരം ഒക്കെ ശ്രദ്ധിക്കുക അല്ലേ, ഒക്കെ നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി മാമൽസ് ആണ്. മാമൽസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. വി ഹാവ് സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ്? വി ഹാവ് സം ക്യാരക്ടറിസ്റ്റിക് വി ഹാവ് സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ക്യാൻ യു സേ വാട്ട് ദേ ആർ? എന്താണ്? ഞങ്ങൾക്ക് പൊതുവായ ചില സവിശേഷതകളുണ്ട്, എന്തെല്ലാം ഒന്ന് പറയാമോ എന്ന്. ഇവരെല്ലാവരും എന്താണ്? പ്രസവിക്കുന്നതാണ് അല്ലേ, മുട്ടയിടുന്നതാണോ? അല്ല, അതൊക്കെ എന്താണ്? പ്രസവിക്കുന്ന ടീമാണ് അല്ലേ. പിന്നെ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് ആണ് ഉള്ളത്? ഇതിങ്ങൾക്ക് എന്താണ്? തൊലിയാണ് അല്ലേ, സ്കിന്നിൽ ചെറിയ രോമം പോലുള്ളത് അവര് അല്ലേ. പിന്നെന്താ വരുന്നത്? പിന്നെന്താ ഉള്ളത്? അതിൻ്റെ ചെവിക്കൂടെ ഉണ്ട് അല്ലേ. ഇതിൻ്റെ നോക്കൂ, ചെവിൻ്റെ ഇത് എല്ലാവർക്കും ചെവിൻ്റെ ഇതില്ലേ, പുറത്തേക്ക് തെറിച്ചിക്കുന്ന ചെവി ഉണ്ട് അല്ലേ. പിന്നെ എന്തായാലുള്ളത് നോക്കിയേ. പിന്നെ വരുന്നത് എന്താ സവിശേഷത നോക്കാം. ഹാവ്, പിന്നെ എന്താ? ചെവിക്കൂടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ സവിശേഷം എന്നൊക്കെ തോന്നുന്നു നോക്കാം. മാമൽസ് ആർ ക്രീച്ചേഴ്സ് ദാറ്റ് ഗീവ് ബർത്ത് ആൻഡ് ഫീഡ് മിൽക്ക് ദെയർ ഓഫ്സ്പ്രിംഗ് അല്ലേ. എന്താണ്? കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണെന്ത്? മാമൽസ് എന്ന് പറയുന്നത് കേട്ടോ. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണെന്ത്? മാമൽസ്. ഓക്കെ, ദേ ആർ ഓൾസോ മാമൽസ്. അവരും എന്താണ്? ഇവരും എന്താണ്? മാമൽസ് ആണ് അല്ലേ. വെയിൽ, ഡോൾഫിൻ, ബാറ്റ്, ഓട്ടർ, ഇതൊക്കെ മാമൽസ് ആണ് കേട്ടോ. അതൊക്കെ എന്താണ്? പ്രസവിക്കുന്ന ടീമാണ് കേട്ടോ. അതൊക്കെ എന്തൊക്കെ? വെയിൽ, തിമിംഗലം, ഡോൾഫിന്, ബാറ്റ്, വവ്വാല്, പിന്നെ ഓട്ടർ എന്ന് പറഞ്ഞാൽ നീർനായ, ഇതൊക്കെ പ്രസവിക്കുന്നവരാണ് കേട്ടോ. ഡിസ്കസ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. ഇവയുടെ പ്രത്യേകത ചർച്ച ചെയ്യാൻ. ദെൻ സം മാമൽസ് ആർ ഡൊമസ്റ്റിക് ആനിമൽസ്. ഫോർ വാട്ട് പർപ്പസ് ഡു വി കീപ് ദം? അപ്പോൾ ചില മാമൽസ് എന്താണ്? ഡൊമസ്റ്റിക് ആനിമൽസ് ആണല്ലോ, വളർത്തു മൃഗങ്ങളാണല്ലോ. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ മൃഗങ്ങളെ വളർത്തുന്നത്? ഫോർ മീറ്റ് അല്ലേ, മാംസത്തിന്. ഫോർ മിൽക്ക്, എന്താ? പാലിന്. പിന്നെന്താ? പിന്നെന്തിനാ? എന്തിനാന്നുള്ളത് നിങ്ങൾ എഴുതുക. ഓക്കെ, ഈവൻ ദോ ഡൊമസ്റ്റിക് ആനിമൽസ് ആർ ഹെൽപ്ഫുൾ ടു us, സംടൈംസ് ഹ്യൂമൻസ് ഗെറ്റ് ഡിസീസസ് ഫ്രം ദം. ഫൈൻഡ് ഔട്ട് ദ ലിസ്റ്റ് സച്ച് ഡിസീസസ്. എന്താണ്? വളർത്തു മൃഗങ്ങൾ ഉപകാരികളാണെങ്കിലും അവയിൽ നിന്നും മനുഷ്യർക്ക് എന്താണ്? രോഗങ്ങൾ പകരാറുണ്ടല്ലോ. എന്തെല്ലാം രോഗങ്ങളാണെന്ന് കണ്ടെത്തി എഴുതൂ. റേബീസ്, എന്താണ്? പേവിഷബാധ അല്ലേ. നായനെ വളർത്തുമ്പോൾ എന്താണ്? നായനെ വളർത്തുമ്പോൾ നമുക്ക് എന്താണ്? കടിയേറ്റാൽ എന്താ? പേവിഷബാധ ഉണ്ടാവും അല്ലേ. പിന്നെ എന്തൊക്കെ അസുഖങ്ങളാണ് ഉണ്ടാവില്ലേ? അത് എഴുതുക. വാട്ട് ആർ പ്രിക്കോഷൻസ് വാട്ട് ഷുഡ് വി ടേക്ക് വൈൽ ഇന്ററാക്ടിങ് വിത്ത് ഡൊമസ്റ്റിക് ആനിമൽസ്? വളർത്തുമൃഗങ്ങളുമായി ഇടപഴകുമ്പോൾ എന്തെല്ലാം മുൻകരുതലുകൾ ശ്രദ്ധിക്കണം? വാക്സിനേറ്റ് ഡൊമസ്റ്റിക് ആനിമൽസിലെ വളർത്തുമൃഗങ്ങളെ എന്താണ്? വാക്സിൻ എടുക്കണം. പിന്നെന്താണ്? ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ് ഹാവ് സ്പൈൻസ് അല്ലേ. ഈ മത്സ്യങ്ങൾ അതുപോലെ എന്താണ്? ആംഫീബിയനും റെപ്റ്റൈലും ബേർഡ്സും മാമൽസിനും ഒക്കെ എന്താണ്? നട്ടെല്ലുണ്ട് അല്ലേ. ദെൻ എക്സ്റ്റിൻറ്റ് ക്രീച്ചേഴ്സ്. ഇനി എന്താണ് അടുത്തത്? അന്യം നിൽക്കുന്ന ജീവികൾ. എന്താണ്? മെനി ക്രീച്ചേഴ്സ് ദാറ്റ് എക്സിസ്റ്റഡ് once on earth have become extinct due to various reasons. The causes of their extinction, such as extreme cold, drought, meteorite fall, epidemics and volcanic eruption, are not under human control. However, by destroying their habitats, humans also play a major role in the extinction of creature. എന്താ ഇവിടെ പറയുന്നത്? ഭൂമിയിൽ മുമ്പുണ്ടായിരുന്ന പല ജീവികൾ എന്താണ്? പല കാരണങ്ങളാൽ ഇല്ലാതായിട്ടുണ്ട്. അതിലെന്താണ്? ഭയങ്കരമായിട്ടുള്ള തണുപ്പ് അല്ലെ, എക്സ്ട്രീം കോൾഡ്. പിന്നെന്താണ്? ഡ്രൗട്ട്, വരൾച്ച. പിന്നെന്താണ്? മെറ്റിയോറൈറ്റ് ഫാൾ അല്ലെ, ഉൽക്കാപതനം. പിന്നെന്താണ്? എപ്പിഡമിക് ആൻഡ് വോൾക്കാനിക് ഇറപ്ഷൻ. എന്താണ്? രോഗവ്യാപനം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ കാരണങ്ങളാൽ എന്താ? മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ളവയല്ല അതൊന്നും അല്ലെ. എന്ന കാരണങ്ങളാലാണ് എന്ത്? കുറെ ജീവികൾ ഇല്ലാതായി പോയത് അല്ലെ. അതൊന്നും മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല. എന്നാൽ ജീവികളുടെ വംശനാശത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായ എക്കോസിസ്റ്റത്തിന്റെ നാശത്തിൽ എന്താണ്? മനുഷ്യനും പങ്കുണ്ട് അല്ലെ. മനുഷ്യന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ജീവികളുടെ ഈ എക്കോസിസ്റ്റത്തിനെ ഇല്ലാതാക്കുന്നത്? നിങ്ങളുടെ ചുറ്റുപാടും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ചർച്ച ചെയ്യുക. ഈ എക്കോസിസ്റ്റത്തിന്റെ പുനഃസ്ഥാപനം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതിനെ എന്തെല്ലാം ചെയ്യാൻ കഴിയും? നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, then get familiar with some of the endangered creatures of Kerala. Find more example. വംശനാശ ഭീഷണി, അതായത് ഫെമിലിയർ വിത്ത് സം ഓഫ് ദ എൻഡേഞ്ചേർഡ് ക്രീച്ചേഴ്സ് ഓഫ് കേരള. വംശനാശിനി നേരിടുന്ന കേരളത്തിലെ ജീവികളുടെ പരിചയപ്പെടാൻ കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുക. അതായത് വംശനാശ ഭീഷണി എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവികൾ ഇല്ലാതാവുക അല്ലെ, കൂട്ടത്തോടെ ഇല്ലാതാവുക, ആ വംശം തന്നെ ഇല്ലാതാവുക അല്ലെ. അപ്പോൾ അതൊക്കെയാണ് ഇതിൽപ്പെട്ടത് അല്ലെ.
എന്താ ടൈഗർ സ്പൈഡർ, എന്താ കടുവ ചിലന്തി, പിന്നെന്താണ് ഫൺ ഗോയിഡ് ഫ്രോഗ്, എന്താണ് മണവാട്ടി തവള, പിന്നെ ഇന്ത്യൻ പാങ്കോളിൻ, എന്താണ് ഈനാമ്പേച്ചി, കേട്ടില്ലേ ഈനാമ്പേച്ചി. ആ ക്രീച്ചേഴ്സ് ആൻഡ് സൂപ്പർസ്റ്റിഷ്യൻസ്, ഈ എന്താ ജീവികളും അന്ധവിശ്വാസങ്ങളും ഉണ്ട്. ലുക്ക് അറ്റ് ദ ക്രീച്ചേഴ്സ് ഇൻ ദ പിക്ചർ, ചിത്രത്തിലുള്ള ക്രീച്ചേഴ്സിനെ നോക്കൂ. ബാൺ ഔൾ, എന്താണ് വെള്ളിമൂങ്ങ, പിന്നെന്താ വെസ്റ്റേൺ ബ്ലൈ സ്നേക്ക്, ഇരുതല മൂരി എന്ന് പറയില്ലേ. പിന്നെന്താ ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സ്, നക്ഷത്രയാമ, പിന്നെന്താണ് സർപ്പന്റ്, സർപ്പം അല്ലേ. ദർ ആർ മെനി മിസ്കൺസെപ്ഷൻ അബൌട്ട് ദീസ് ക്രീച്ചേഴ്സ്. വാട്ട് പ്രോബ്ലംസ് ഡു സച്ച് മിസ്കൺസെപ്ഷൻ ക്രിയേറ്റ്. ഈ ജീവികളെ കുറിച്ച് തെറ്റായ പല ധാരണകളും നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക? ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ, സാമ്പത്തിക ചൂഷണം ഉണ്ടാക്കും. എക്സ്റ്റിൻഷൻ ഓഫ് ക്രീച്ചേഴ്സ്, ജീവികളുടെ വംശനാശം അല്ലേ. ഓർഗനൈസ് എ സെമിനാർ ഓൺ ദിസ് ടോപ്പിക് ഇൻ ദ ക്ലാസ്, ഈ വിഷയത്തിൽ ക്ലാസ്സിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിലുള്ളത് കേട്ടോ. ഓക്കെ, ദെൻ ഇവിടെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. അപ്പം നിങ്ങളെ ഈ ചാപ്റ്റർ, അതായത് ബേസിക് സയൻസ് ഇവിടെ അവസാനിച്ച് ഈ ചാപ്റ്റർ ഇനി നിങ്ങളെന്താണ് അടുത്ത പാർട്ട് 2 ആണ് ഇത് അവസാനിച്ചത് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ നന്നായി പഠിക്കുക, നന്നായി മാർക്ക് വാങ്ങുക, നല്ല കുട്ടികളായി ജീവിക്കുക. ഓക്കെ, താങ്ക് യു.